പ്രകൃതിയുടെ സംരക്ഷണം കേവലം ഒരു ദിനാചരണം മാത്രമല്ല, ദിനചര്യയാണ്. പരിസ്ഥിതിയുടെ പുത്തൻ മാതൃക സൃഷ്ടിക്കുന്ന മാങ്ങാട്ടിടം കുറുമ്പക്കലിലെ മധുമാഷെ പരിചയപ്പെടാം. പ്രകൃതിയെ സംരക്ഷിക്കണമെന്നതാണ് ഈ അധ്യാപകൻ നമ്മെ പഠിപ്പിക്കുന്നത്. റിട്ടയർഡ് അധ്യാപകനായ മധുമാഷിന്റെ കൂത്തുപറമ്പ് കുറുമ്പുക്കലിലെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് പോലും വളർന്നു നിൽക്കുന്ന മരങ്ങളും ചെടികളുമാണ്. പണ്ടുമുതലേ നിരവധി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന മാഷ് ഇന്നതിന്റെ തണലിൽ ഏറെ സന്തുഷ്ടനാണ്. വഴിയോരങ്ങളിൽ നട്ടുവളർത്തിയ മരങ്ങൾ വളർന്നതിലെ സന്തോഷവും മധുമാഷ് പങ്കിടുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണല്ലോ. ആ അവസരത്തിൽ നമുക്കെന്താണ് വളരെ മുമ്പേ തന്നെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള വാനമ്പാടി എന്നുള്ള ഒരു ബാലസഭയായിട്ട് യോജിച്ചുകൊണ്ട് സമീപിച്ചുകൊണ്ട് അവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വഴിയോരങ്ങളിൽ ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മരങ്ങളൊക്കെ ഇന്ന് പടർന്ന് പന്തലിച്ച് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പരിസ്ഥിതി ദിന സന്ദേശം. ഇതെന്താണ്, ഒരു കിലുക്കി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് പൂമ്പാറ്റകൾ ഒരുപാട് ആകർഷിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത്തരം ചെടികൾ നടുമ്പോൾ അതെന്താണ്, ചെടികൾക്കും പ്രകൃതിക്കും അതേപോലെ തന്നെ പൂമ്പാറ്റകൾ പോലുള്ള ചെറിയ പക്ഷികൾക്കൊക്കെ എന്താണ് വലിയൊരു ആവാസ വ്യവസ്ഥയാണ് നമുക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്. മരങ്ങളും ചെടികളും മാത്രമല്ല, തനത് ആവാസ വ്യവസ്ഥ ഒരുക്കിയ അലങ്കാര മത്സ്യങ്ങളുടെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. 60 സെന്റ് സ്ഥലത്ത് പരന്നു കിടക്കുന്ന അക്വേറിയത്തിൽ 60ഓളം ഇനങ്ങളിൽപ്പെട്ട അലങ്കാര മത്സ്യങ്ങളെയാണ് റാഡ് എന്ന പേരിൽ ഒരുക്കിയ അക്വാ സിസ്റ്റത്തിൽ വളർത്തുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച 60ഓളം ഇനങ്ങളിൽപ്പെട്ട അലങ്കാര മത്സ്യങ്ങളാണ് ഇവ. 12 വർഷമായി ഈ അധ്യാപകൻ മരങ്ങളുടെ പരിചരണത്തിനൊപ്പം അലങ്കാര മത്സ്യകൃഷിയും തുടങ്ങിയിട്ട്. നാട്ടിൻപുറങ്ങളിലെ പാടശേഖരങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒച്ചുകൾ, വിവിധതരം ജലജീവികൾ എന്നിവയും അക്വേറിയത്തിലുണ്ട്. മത്സ്യങ്ങളുടെ വിസർജ്യം യഥാസമയം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നതിനാൽ സസ്യങ്ങളുടെ വളർച്ച ത്വരിതത്തിലാവുകയും ഓക്സിജന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. അതോടൊപ്പം പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ ജലസംഭരണിയിൽ ആമ്പൽ, വയമ്പ്, അസോള, രാമച്ചം, വിവിധതരം വള്ളിച്ചെടികൾ എന്നിവയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മധുമാഷിന്റെ വീട്ടിൽ പഠനത്തിനായി കോളേജ് കുട്ടികൾ വന്നു പോകുന്നതും പതിവാണ്. പ്രകൃതിയോടിണങ്ങിയ ഇവിടെ വലിയ പ്രകൃതി സംരക്ഷണ സന്ദേശമാണ് നൽകുന്നതെന്ന് ഇന്റേൺഷിപ്പിന് വരുന്ന കുട്ടികൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ ബ്രണ്ണൻ കോളേജിലെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മധു സാറിന്റെ ഇവിടെ പഠിക്കാൻ വന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാൻ വന്നിടത്തോടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് തന്നെ ഒരു പരിസ്ഥിതി ഭാഗമായിട്ടെല്ലാം ഫുള്ളി ഓർഗനൈസ്ഡ് ആണ്. അതേപോലെ തന്നെ പ്ലാന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫിഷ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പരിസ്ഥിതി നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. എല്ലാം ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം തന്നെ നമ്മളിവിടെ സാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വരുന്ന വഴികളിലെല്ലാം ഒരുപാട് തണൽ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കുളം നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ ഒരുപാട് അലങ്കാര മത്സ്യ ശേഖരവും കാണാൻ കഴിയും. ഇതിലൂടെ ഏറ്റവും നല്ല പ്രകൃതി സംരക്ഷണ സന്ദേശം തന്നെയാണ് മധുമാഷ് നൽകുന്നത്. ചില്ലുകൂടുകളിൽ വിവിധതരം പുല്ലുകൾ, മരക്കമ്പുകൾ, കല്ല് എന്നിവ സ്ഥാപിച്ചാണ് ജലജീവികളുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ പ്രകൃതിയോട് അടുത്തു നിൽക്കുന്നതിന് വേണ്ടി എല്ലാ വീട്ടിലും ഒരു അക്വേറിയം എങ്കിലും വേണം എന്നാണ് മധുമാഷ് പറയുന്നത്. മത്സ്യങ്ങളും നിരവധി ഫലവൃക്ഷ തൈകൾക്കൊപ്പം 15 തരം വ്യത്യസ്ത പ്ലാവുകളും ഈ വീട്ടിലുണ്ട്. ഭാര്യ അധ്യാപികയായ KV ധനലക്ഷ്മിയും മക്കളായ ദക്ഷിൺ, അഭിരാം, രാഖ എന്നിവരും ഈ പ്രകൃതി സ്നേഹത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം.
ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.